മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള അടി ഒന്ന് അവസാനിച്ച് വന്നേയുള്ളൂ കോൺഗ്രസിൽ. ഇതാ അടുത്തൊരു അടി ഇനി തുടങ്ങാൻ പോവുകയാണ്. കോൺഗ്രസ് ഇപ്പോൾ പറയുന്നത് 4 മന്ത്രിമാർ മാത്രമേ മുസ്ലിം ലീഗിൽ നിന്ന് ഉണ്ടാവുകയുള്ളൂ എന്നാണ്. ഈ ഒരു തീരുമാനം മുസ്ലിം ലീഗിനെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇന്ന് ഒരു യോഗം ചേരുന്നതെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞ വിവരം. പക്ഷേ മുസ്ലിം ലീഗ് ഇപ്പോൾ തന്നെ വാശി പിടിക്കും തങ്ങൾക്ക് 5 മന്ത്രിമാർ വേണമെന്നാണ്. ഉമ്മൻചാണ്ടി സർക്കാർ, അതായത് 2011 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ എത്ര മന്ത്രിമാരാണ് ഉണ്ടായിരുന്നത്, ഏതൊക്കെ വകുപ്പാണോ തങ്ങൾ ഭരിച്ചിരുന്നത്, അതേ വകുപ്പും തന്നെ തങ്ങൾക്ക് വേണമെന്നാണ് മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്നത്. ഈ ആവശ്യത്തെ നിരാകരിക്കാൻ കോൺഗ്രസിന് സാധിക്കുമോ എന്നാണ് ഇനി നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം ലീഗിന്റെ മന്ത്രിമാരുടെ പരിഗണനയിലുള്ളവർ ഇവരാണ്: പാറയ്ക്കൽ അബ്ദുള്ള, PK കുഞ്ഞാലിക്കുട്ടി, PK ബഷീർ, N ഷംസുദ്ദീൻ, KM ഷാജി, AKM അഷ്റഫ് എന്നിവരാണ് ലീഗിന്റെ പരിഗണനയിലുള്ള മന്ത്രിമാർ. ഇത്രയും മന്ത്രിമാർ ലീഗ് ആവശ്യപ്പെടുമ്പോൾ നമുക്കറിയാൻ പാടാത്ത ഒരു കാര്യമാണ്. അതായത് 2011 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തത് അബ്ദുറബ്ബായിരുന്നു. പക്ഷെ ഇപ്പോൾ നമുക്ക് ആരാ എന്ന് അറിയില്ല. പക്ഷെ ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഇനി അധ്യയന വർഷം തുടങ്ങാനായിട്ട്. ഇതുവരെയായിട്ട് കുട്ടികൾക്ക് പാഠപുസ്തകം അച്ചടിച്ച് കിട്ടിയിട്ടില്ല. ഇനി കഴിഞ്ഞ, അതായത് അബ്ദുറബിന്റെ കാലഘട്ടത്തിലേക്ക് തന്നെ വിദ്യാഭ്യാസ മേഖല പോകുകയാണോ എന്നാണ് സംശയം. നാഥനില കളരി പോലെ ആയിരുന്നു. അതായത് മെയ് 4-ാം തീയതി തിരഞ്ഞെടുപ്പിന്റെ ഫലം വന്നിട്ടും 10 ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്കൊരു മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ കഴിഞ്ഞത്. അതും കസേരയ്ക്കുള്ള കടിപിടി കൂടിയതിനു ശേഷം ലീഗിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടാണ് കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്തത്. അല്ലാതെ ജനവികാരം മാനിച്ചിട്ടൊന്നുമല്ല. ലീഗ് എന്നൊരു പാർട്ടി കോൺഗ്രസിൽ നിന്ന് വിട്ടു പോകരുത്, അകലരുത് എന്ന് ഒറ്റ വാശി നിർബന്ധം ഉള്ളത് കൊണ്ടാണ് ഹൈക്കമാൻഡ് ലീഗിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി VD സതീശനെ തന്നെ മുഖ്യമന്ത്രിയാക്കിയത്. രണ്ടാമത്തെ സമ്മർദ്ദം ലീഗ് ചെലുത്തിയിരിക്കുകയാണ്. തങ്ങൾക്ക് 5 മന്ത്രിസ്ഥാനം തന്നെ വേണം, അല്ലാതെ 5-ൽ നിന്ന് 4 അല്ലെങ്കിൽ ഭരണപക്ഷ അധികാര കമ്മീഷന്റെ അതൊന്നും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ എന്താണോ ചോദിച്ചത് അത് ഞങ്ങൾക്ക് വേണം എന്നൊരു മട്ടും ഭാവവും തന്നെയാണ് ഇപ്പോഴും മുസ്ലിം ലീഗ് ഉന്നയിക്കുന്ന വാദം. ഇതിലും നിസ്സംശയം നമുക്ക് പറയാം UDF, അതായത് UDFന്റെ രണ്ടാം ഘടകകക്ഷിയായി മുസ്ലിം ലീഗിന്റെ ഈ ഒരു സമ്മർദ്ദത്തിന് ഇതിലും കോൺഗ്രസ് വഴങ്ങേണ്ടി വരും. അബ്ദുറബ്ബ് വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന കാലത്ത് ഒരുപാട് വിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ രീതിയിൽ കോട്ടം തട്ടിയിട്ടുണ്ട്. ആ ഒരു കോട്ടത്തിന്റെ പിന്തുടർച്ച അവകാശം ഇപ്പോഴും മുസ്ലിം ലീഗിന്റെ കൈകളിൽ ഭദ്രമാണ്. അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് അടുത്ത അബ്ദുറബിന്റെ സെക്കൻഡ് വേർഷൻ ആരാണെന്ന് മാത്രം നമുക്ക് കണ്ടറിഞ്ഞാൽ മതി. കിട്ടാത്തവര് ബാക്കിയുള്ളവരൊന്നും ടെക്സ്റ്റ് കിട്ടിയവരൊന്നും ടെക്സ്റ്റ് വാങ്ങിയിട്ട് ബാക്കിയുള്ളവർ എല്ലാ പാഠവും ഫോട്ടോ കോപ്പി എടുക്കാൻ സാർ പറയണം. ഇംഗ്ലീഷ് മാത്രമേ കിട്ടിയുള്ളൂ, നമുക്ക് ഇംഗ്ലീഷ് മാത്രമേ, വേറെ ഒന്നും കിട്ടിയില്ല. ബേസിക് സയൻസ് എല്ലാവർക്കും കിട്ടാറുണ്ട്. നമ്മൾ ഓരോ കോപ്പികളാണ് എടുത്ത് പഠിക്കുന്നത്, ഒന്നും മനസ്സിലാണ്. കോപ്പി എടുക്കുമ്പോൾ കുറെ പോവും, കുറെ മങ്ങും. പിള്ളേർക്ക് പാഠപുസ്തകവും ഇല്ല. ഇപ്പോഴും പിള്ളേർ അന്നത്തെ കാലഘട്ടത്തിൽ വന്ന പിള്ളേർക്ക് അറിയാം പുതിയൊരു പുസ്തകം കിട്ടാത്തതുകൊണ്ട് പഴയത്, അതായത് സീനിയേഴ്സ് പഠിച്ച പുസ്തകം എരന്ന് വാങ്ങിച്ച് പഠിക്കേണ്ട അവസ്ഥയാണ് അബ്ദുറബിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായി. ഇത് ഇത്രയും കൃത്യമായിട്ട് പറയേണ്ടത് എന്താന്ന് വെച്ചാൽ ഞാൻ ഉൾപ്പെടെയുള്ളവർ അബ്ദുറബിന്റെ കാലഘട്ടത്താണ് 10ാം ക്ലാസ് പാസ്സായത്. അതുകൊണ്ട് തന്നെ അതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് നമുക്കറിയാം. കാരണം 10ാം ക്ലാസ്സിലെ പുസ്തകം പോലും മര്യാദയ്ക്ക് കിട്ടാത്ത ഒരു അവസ്ഥ ഞങ്ങൾക്കുണ്ടായിരുന്നു. ആ ഒരു അവസ്ഥ ഇനിയുള്ള പിള്ളേർക്കും ഉണ്ടാകും, അല്ലെങ്കിൽ ഉണ്ടാക്കിയിരിക്കും. കാരണം CPM ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയായ ശിവൻകുട്ടി യാതൊന്നും ചെയ്തു വെച്ചിട്ടില്ല, പുസ്തകം അച്ചടിച്ചു പോലും തുടങ്ങിയിട്ടില്ല. കാരണം ഇനിയൊന്ന് തുടങ്ങണമെങ്കിൽ ഇവരൊരു വിദ്യാഭ്യാസ മന്ത്രിയെ തെരഞ്ഞെടുത്ത് വിദ്യാഭ്യാസ മന്ത്രി വന്ന് ആ ഒരു വകുപ്പും നേരാവണ്ണം കൈകാര്യം ചെയ്താൽ മാത്രമേ യഥാവിധം അധ്യയന വർഷം തുടങ്ങുമ്പോൾ തന്നെ പിള്ളേർക്ക് പാഠപുസ്തകം ലഭിക്കുകയുള്ളൂ. ഇനിയുള്ള പിള്ളേർക്ക് പാഠപുസ്തകം ലഭിക്കാത്ത ഒരു കാലഘട്ടത്തിലേക്ക് പിന്നെ, അതായത് 2011ന്റെ പിന്തുടർച്ച അവകാശമായിരിക്കും ഇപ്പോഴും 2026-ലെ UDF അധികാരത്തിൽ വരുമ്പോൾ ഉണ്ടാവുക. മതമാണ് പ്രശ്നം എന്ന ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു വേർഡിലൂടെ പ്രസംഗിച്ച ഒരു അതായത് വർഗീയത പറഞ്ഞ അത്യാവശ്യം ഫേമസ് ആയ ഒരു വ്യക്തിയും കൂടിയാണ് മുസ്ലിം ലീഗിലെ KM ഷാജി. നഷ്ടപ്പെട്ടു പോയ 9.5 കൊല്ലത്തിന്റെ ആനുകൂല്യങ്ങൾ തിരിച്ചുപിടിച്ച് ആ സമുദായത്തിന് വകവെച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ ഈ പണിക്ക് നിൽക്കരുത്. 10 വർഷമായിട്ട് അധികാരത്തിന് പുറത്തു നിൽക്കുന്ന കോൺഗ്രസ് ഇനിയൊരു UDF അധികാരത്തിൽ കയറുകയാണെങ്കിൽ അതൊരു സമുദായത്തിന് വേണ്ടി ആയിരിക്കണം എന്നും കൂടി പറഞ്ഞ് അവസാനിപ്പിച്ച വ്യക്തിയാണ് ഈ മുസ്ലിം ലീഗിന്റെ സ്വന്തം KM ഷാജി. ആ KM ഷാജി ഇത്രയും അഹോരാത്രം വർഗീയത പറഞ്ഞതുകൊണ്ടായിരിക്കാം KM ഷാജിക്കും ഇത്തവണ മുസ്ലിം ലീഗിന്റെ മന്ത്രിപദം പരിഗണനയിലുള്ളത്. നമ്മുടെ കേരളത്തിന് ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിയേ. ഇത്രയൊക്കെ ആയിട്ടും വർഗീയതയാണ് പറയുന്നതെന്ന് ചുറ്റുമുള്ളവർക്ക് അറിയാമായിരുന്നിട്ടും തങ്ങൾ വിശ്വസിച്ച പ്രസ്ഥാനം വർഗീയതയല്ല എന്ന് പറയുന്നത് കൊണ്ട് അവർക്കത് സമ്മതിച്ചു പറ്റാൻ
പറ്റുന്നില്ല. അപ്പോൾ ഇവർ ശരിക്കും പകൽ ഇരുട്ടാണ്, അല്ലെങ്കിൽ പകൽ എന്ന് പറഞ്ഞാൽ വെളിച്ചമല്ല ഇരുട്ടാണെന്ന് പറഞ്ഞാൽ അതും ഈ അണികളെല്ലാം സമ്മതിക്കുമോ? എനിക്കറിയാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. ഇപ്പോഴത്തെ UDF-ന്റെ അണികളെല്ലാം ആടുജീവിതത്തിന് തുല്യമാണ്. മഞ്ചേശ്വരത്ത് ഡീലിന്റെ ഒരു കോട്ട എന്നൊരു വലിയ വിവാദം തന്നെ പുറപ്പെട്ടത് മഞ്ചേശ്വരത്താണ്. മഞ്ചേശ്വരം ഡീലിന്റെ വിവാദം ഒരു സൈഡ് നിൽക്കുമ്പോൾ ഈ AK മഷ്റഫ് SDP എന്നൊരു പാർട്ടി സെക്കുലർ പാർട്ടിയാണെന്ന് വെള്ളപൂശിയ വ്യക്തിയാണ്. BJP-യെ തോൽപ്പിക്കാൻ എല്ലാ സെക്യുലർ ഫോഴ്സിന്റെ വോട്ടും വേണം. സെക്യുലർ ആണോ SDPI? വീണ്ടും നമുക്ക് ആ ചോദ്യത്തിലേക്ക് പോകണം. SDPI സെക്യുലർ ആണോ അല്ലയോ? താങ്കളുടെ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിലുള്ള മറുപടിയാണ് വേണ്ടത്. SDP പിന്നെ BJP ആണ് വർഗീയ കക്ഷി. SDPI എന്താണ്? സെക്യുലർ ആണ്. SDPI സെക്യുലർ ആണ്. കോൺഗ്രസുകാരുടെ അല്ലെങ്കിൽ UDF-കാരുടെയൊക്കെ ഒരു യോഗമേ എന്താണെന്നറിയോ? സകല വർഗീയതയും കൂട്ടുപിടിക്കുന്ന ആളുകളെല്ലാം ഒരു കുടക്കീഴിലാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. വിസ്മയം, നമ്മന്റെ വിസ്മയം എന്നൊക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ശരിക്കും ഇനിയാണ് കേരളത്തിലെ ജനങ്ങൾ ശരിക്കും എന്താണ് നമ്മന്റെ വിസ്മയം എന്ന് അറിയാൻ പോകുന്നത്. എന്ത് തന്നെയാണെങ്കിലും മതമാണ് പ്രശ്നമെന്ന് പറയുന്ന ആളുകളും അതേപോലെ SDP എന്നൊരു പാർട്ടി സെക്കുലർ പാർട്ടിയാണെന്ന് പറയുന്ന നേതാവുമെല്ലാം മന്ത്രിപദത്തിലേക്ക് എത്തുമ്പോൾ ഇനി വരുന്നത് അവരുടെയൊക്കെ ഒരു കാലമാണ്. എന്ത് തന്നെയാണെങ്കിലും ആദ്യം KT ജലീലിന് തല വെട്ടുന്നതിന് തുല്യമായിട്ട് ഒരു ആടിന്റെ തല വെട്ടി പരസ്യമായിട്ട് ആഹ്ലാദ പ്രകടനം നടത്തി. രണ്ടാമത് VD സതീശൻ മുഖ്യമന്ത്രി ആയതിന്റെ ആഹ്ലാദ പ്രകടനം എന്ന പേരിൽ വെള്ളാപ്പള്ളി നടേശനെതിരെയും അതേപോലെ സുകുമാരൻ നായർക്കുമെതിരെയും വർഗീയത വിളമ്പുന്ന മുദ്രാവാക്യങ്ങൾ വിളിച്ച് തൊടുപുഴയിലെ തെരുവിലൂടെ ഇറങ്ങി നടന്നത് ഇതേ ലീഗുകാരാണ്. അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ ആരും, പ്രത്യേകിച്ച് ലീഗുകാരും ജനാധിപത്യത്തിന്റെ സൗന്ദര്യം മതേതര പാർട്ടി എന്ന് നിങ്ങളെ സ്വയം വിശേഷിപ്പിക്കുന്നത് അത് ശരിക്കും മതേതരത്വത്തിന് തന്നെ അപമാനമാണ്.